Good morning. Okay. തുടങ്ങാം നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എന്താ ചോദിച്ചത്? മൊബൈൽ അത് നോക്കിയിട്ട് പറയാം കേട്ടോ. സഫീന നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് 10 ആക്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് അങ്ങനെ ഒരു 10 ആക്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ലോ ഓഫ് ടോർട്ട് ആണ് അല്ലെ. ടോർട്ട് നിയമത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് ടോർട്ട് നിയമം എന്ന് നമ്മൾ പറഞ്ഞത്? എന്താണ്? അതായത് മറ്റൊരാൾക്കോ അല്ലെങ്കിൽ അവരുടെ സ്വത്തിനോ അവകാശത്തിനോ എന്താണ് ദോഷമോ അല്ലെങ്കിൽ പരിക്കോ നഷ്ടങ്ങളോ ഉണ്ടാക്കുന്ന തെറ്റായ പ്രവൃത്തികള് അല്ലെങ്കിൽ ഒഴിവാക്കലുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന സിവിൽ നിയമത്തിന്റെ ഒരു ശാഖയാണ് എന്തെന്ന് പറയുന്നത്? ടോർട്ട് നിയമം അല്ലെ. ലോ ഓഫ് ടോർട്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ടോർട്ട് എന്ന വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു ലാറ്റിൻ വേർഡ് എന്ന ടോർട്ടസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് അല്ലെ. ടോർട്ടസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ് എന്താണ്? ട്വിസ്റ്റഡ് ഓർ ക്രൂപ്ഡ് എന്നാണ് അല്ലെ. ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞ എന്താണ്? വളച്ചൊടിച്ചത് അല്ലെ. ക്രൂപ്ഡ് എന്നൊക്കെ പറഞ്ഞ എന്താണ്? വക്രമായത് എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലെ. അപ്പൊ ആ അർത്ഥം വരുന്ന ടോർട്ടസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ഏത് വാക്കുണ്ടായത്? ടോർട്ട് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു ടോർട്ടിനെ കുറിച്ച് എക്സാമ്പിൾസുകൾ നമ്മൾ കണ്ടിരുന്നു അല്ലെ. ഒന്നാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ, തെറ്റായ പ്രവൃത്തികൾ, അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. അതുപോലെ ആക്ട് ഓഫ് ഒമിഷൻ, മെഡിക്കൽ നെഗ്ലിജൻസ്, ഇന്റൻഷണൽ ഇന്റർഫറൻസ്, ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി, ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി, ബാറ്ററി അല്ലെ. ഇതൊക്കെ എന്താണ്? ടോർട്ടിന് എക്സാമ്പിൾ ആണ് അല്ലെ. ഓക്കെ. പിന്നെ നമ്മള് ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയെന്ന് തോന്നുന്നു അല്ലെ. ഇവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞത്? ഇവിടെ വരെയല്ലേ പറഞ്ഞു നിർത്തി? ഓക്കെ. അപ്പൊ ബാക്കിയുള്ള ഭാഗം നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് കൊടുക്കാണ്. കേട്ടോ. അടുത്തതാണ് മിസ്സലേനിയസ് ടോർട്ട്സ് കേട്ടോ. ഇനി നമ്മൾ ഈ പറഞ്ഞതിന് പുറമെ മറ്റു പല ടോർട്ടുകൾക്കും എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നോക്കാം. ന്യൂയിസെൻസസ്. ന്യൂയിസെൻസസ് അറിയാലോ, ശല്യങ്ങളാണ് അല്ലെ, ബുദ്ധിമുട്ടുകളാണ്. അതായത് ഇൻകൺവീനിയൻസ് ടു പബ്ലിക് അല്ലെ. പബ്ലിക്കിന് ശല്യമായിട്ടുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് നമ്മളിപ്പോ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ പോവാണ്. അപ്പൊ അവിടെ ഇപ്പൊ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സൗണ്ട് അല്ലെ, അവിടുത്തെ എന്താ പറയാ ഈ പറഞ്ഞ മെഷീനറീസിന്റെ സൗണ്ടുകള്, ആളുകളുടെ ബഹളം, അതൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ വരുന്ന ആളുകൾക്ക് കൂടുതൽ ഒരു ന്യൂസൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അത് അതിനകത്ത് വരുന്നതാണ് കേട്ടോ. ടോർട്ടിനകത്ത് വരുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ന്യൂസൻസസ് ദാറ്റ് മീൻസ് ഇൻകൺവീനിയൻസ് ടു പബ്ലിക് അല്ലെ. പബ്ലിക്കിന് ഇൻകൺവീനിയൻസ് ഉണ്ടാക്കുന്ന, അവർക്ക് അസൗകര്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില ശല്യങ്ങൾ. ഓക്കെ. പിന്നെന്താണ്? മിസ്റെപ്രസെന്റേഷൻ ആണ് അല്ലെ. മിസ്റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെസീറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വഞ്ചനയാണ് കേട്ടോ. ഡെസീറ്റ് എന്ന് പറഞ്ഞാൽ വഞ്ചന എന്നുള്ള അർത്ഥമാണ്. മിസ്റെപ്രസെന്റ് ചെയ്യുക, തെറ്റായിട്ട് നമ്മൾ അവതരിപ്പിക്കാം. ഇപ്പോ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ഒരാള് എന്തെങ്കിലും എൻക്വയറിക്കായിട്ട് വരികയാണ്. അപ്പൊ അവിടെ ഇല്ലാത്തൊരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഉണ്ടെന്നുള്ള രീതിയിൽ അവരോട് പ്രസന്റ് ചെയ്യുക. ചിലപ്പോൾ അവരൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അന്വേഷിച്ച് വരും. അപ്പൊ നമ്മൾ പറയാണ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ സേവനം ഇവിടെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ്, ഇല്ലാത്ത ഒരു സ്പെഷ്യലിസ്റ്റ് അവിടെ ഉണ്ടെന്ന് നമ്മൾ എന്താണ് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. അല്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുക അല്ലെ. അതാണ് മിസ്റെപ്രസെന്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു തരത്തിൽ എന്താണ്? ഡെസീറ്റ് ആണ് അല്ലെ. ഒരു വഞ്ചനയാണ്. കാര്യം ഇല്ലാത്ത കാര്യം നമ്മൾ ഉണ്ടെന്ന് ഉള്ള രീതിയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നതും അത് ഒരാൾ ചതിക്കുന്നതിന് തുല്യമാണ് അല്ലെ. അവർക്കൊരു ദോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. സോ അതും എന്തിനകത്ത് വരുന്നതാണ്? ടോർട്ടിനകത്ത് വരുന്നതാണ് കേട്ടോ. മിസ്റെപ്രസെന്റേഷൻ കേട്ടോ. ഒരു മിനിറ്റ്.
ഓക്കെ, അപ്പൊ തെറ്റായിട്ട് നമ്മൾ അവതരിപ്പിക്കുക കേട്ടോ. അതിനെ ഡെസീറ്റ് എന്നും പറയും കേട്ടോ, വഞ്ചനയാണ്. പിന്നെ വരുന്നതാണ് ഡീഫമേഷൻ. എന്താണ് ഡീഫമേഷൻ? ഡീഫമേഷന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് സ്ലാൻഡർ, അതുപോലെ തന്നെ ലിബൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഡീഫമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപകീർത്തിപ്പെടുത്തുക. അത് തന്നെ ജിസ്ന കറക്റ്റ് ആണ് കേട്ടോ. അപവാദം, അപകീർത്തിപ്പെടുത്തുക, അതാണ്. ഇല്ലാത്ത ആരോപണങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുക അല്ലെ, അതാണ് അപവാദം അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് സ്ലാൻഡർ, ലിബൻ. ഇതൊക്കെ ഒരേ മീനിങ് ആണ് കേട്ടോ. ഡിഫമേഷൻ തന്നെ ഉദ്ദേശിക്കുന്നത് സ്ലാൻഡർ, ലിബൻ. സ്ലാൻഡർ എന്ന് പറയുമ്പോൾ കുറെ കൂടെ സ്പോക്കൺ ആയിട്ടുള്ള ഡിഫമേഷൻ ആണ്. നമ്മൾ പറഞ്ഞു വരുത്തില്ലേ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുന്നതാണ് സ്പോക്കൺ ഡിഫമേഷൻ ആണ് സ്ലാൻഡർ എന്ന് പറയുന്നത്. ലിബൽ എന്ന് പറയുന്നത് റിട്ടേൺ ഡിഫമേഷൻ ആണ്. നമ്മൾ എഴുതി വിടില്ലേ, ഇപ്പൊ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ പോസ്റ്റിലൊക്കെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആരെങ്കിലും പറ്റിയൊക്കെ നമ്മളിങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എഴുതി ഇങ്ങോട്ട് പോസ്റ്റ് ഒക്കെ ചെയ്ത് വിടില്ലേ, റിട്ടേൺ ആയിട്ടുള്ള ഡിഫമേഷൻ ആണ് ലിബൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്പോക്കൺ ഡിഫമേഷൻ ആണ് സ്ലാൻഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടും എന്ത് തന്നെയാണ്? ഡിഫമേഷൻ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് മലീഷ്യസ് പെർസിക്യൂഷൻ. എന്താണ് മലീഷ്യസ് പെർസിക്യൂഷൻ? ദാറ്റ് മീൻസ് ക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ശാരീരികമായിട്ടുള്ളതും അതുപോലെ തന്നെ എന്താണ് മാനസികമായിട്ടുള്ള പീഡനങ്ങളൊക്കെ അതിനകത്ത് വരുന്നതാണ് കേട്ടോ. നമ്മളത് ഒരു പ്രത്യേകിച്ച് ഒരാളെ നമ്മൾ ത്രട്ടൺ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ വല്ല മെസ്സേജസ് ഒക്കെ അയക്കുക, ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യില്ലേ, വളരെ അതും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആവർത്തിച്ച് ഒരാളെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപദ്രവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ മലീഷ്യസ് പെർസിക്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന പീഡനങ്ങളാണ് കേട്ടോ. അതൊക്കെ എന്തിൽ വരുന്നതാണ്? ടോപ്പിനകത്ത് വരുന്നതാണ്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇപ്പൊ മിസ്സലേനിയസ് ടോപ്പികളാണെന്നുള്ള രീതിയിൽ ന്യൂസെൻസസ്, അതുപോലെ മിസ്റെപ്രസെന്റേഷൻസ്, ഡിഫമേഷൻസ്, മലീഷ്യസ് പെർസിക്യൂഷൻസ് ഒക്കെ അതിന് എക്സാമ്പിൾ. ക്ലിയർ ആയോ? അപ്പൊ അത്രയേ ഉള്ളൂ. ടോപ്പ് നിയമത്തെ പറ്റി നമുക്ക് അത്ര മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. എന്താണ് ടോപ്പ് നിയമം എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ടോപ്പ് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് ടോട്ടസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അതിന്റെ മീനിങ് ട്വിസ്റ്റഡ് ഓർ ഫ്രൂട്ട് എന്നാണ്. പിന്നെ കുറച്ച് എക്സാമ്പിൾസുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത്രയും. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിലോട്ട് പോകാം. ഇനിയുള്ള ആക്ടുകൾ എന്ന് പറയുന്നത് ചിലതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ആക്ടുകളാണ്. അതിന്റെ വർഷം പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. കുറച്ചും കൂടെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആക്ടുകളൊക്കെയാണ്. അപ്പൊ അതിൽ ആദ്യത്തെ നോക്കാം നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് കേട്ടോ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ ഉപഭോക്തൃ സംരക്ഷണ നിയമം കേട്ടിട്ടുണ്ടാവും അല്ലെ. ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രത്യേകിച്ച് നമ്മുടെ ഉപഭോക്താക്കളുടെ സംരക്ഷണം അല്ലെ, അവരുടെ സുരക്ഷിതത്വം, അവര് പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളില് എന്തെങ്കിലും കേടുപാടുകള്, ഇപ്പൊ സാധനങ്ങൾ മാത്രമല്ല, പ്രോഡക്റ്റ് മാത്രമല്ല, അവർക്ക് ലഭിക്കുന്ന സേവനങ്ങളും അതിനകത്ത് പെടുന്നുണ്ട് അല്ലെ. പ്രോഡക്റ്റ് മാത്രമല്ല, സർവീസസും അതിനകത്ത് പെടുന്നുണ്ട്. അപ്പൊ അവര് പേയ്മെന്റ് കൊടുത്ത് അവർ മേടിക്കുന്ന എന്തെങ്കിലും പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അവർക്ക് എന്തെങ്കിലും ലഭിക്കുന്ന സേവനങ്ങളായിക്കോട്ടെ, അതിനെന്തെങ്കിലും പോരായ്മകളോ കേടുപാടുകളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന ഉപഭോക്താവിന്റെ നഷ്ടങ്ങൾക്ക് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന്, അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് ഇത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഓക്കെ, നമുക്ക് നോക്കാതെ ദിസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് 1st September 1987. WEF എന്ന് പറഞ്ഞാല് വിത്ത് ഇഫക്റ്റ് ഫ്രം എന്നാണ് കേട്ടോ. വിത്ത് ഇഫക്റ്റ് ഫ്രം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് നിലവിൽ വന്നത് കേട്ടോ, പ്രാബല്യത്തിന് വന്നത്. ഈ പറയുന്ന ആക്ട് എന്നാണ് നിലവിൽ വന്നത്? അതായത് 1987 September 1 കേട്ടോ. അപ്പൊ തന്നെ പഠിച്ചു പോവാ കേട്ടോ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് നിലവിൽ വന്നത്? 1987 September 1 കേട്ടോ. 1987 September 1 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് കേട്ടോ. 86 അല്ല, നമ്മളുടെ ടെക്സ്റ്റിൽ 86 കാണാട്ടോ. ഗൂഗിൾ അടിക്കുമ്പോൾ 86 ആണ് കാണുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിലവിൽ വരുന്നത് 1987 ആണ് കേട്ടോ. സോ നിങ്ങൾ ഇത് പഠിച്ചാൽ മതി കേട്ടോ. ഗൂഗിളിലേക്ക് ചെയ്ത് നോക്കുമ്പോൾ 1986 എന്നാണ് കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇന്നതായതുകൊണ്ട് ഇത് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി കേട്ടോ. 1987 September 1 ഈ പറയുന്ന ആക്ട് നിലവിൽ വന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് ആണ് പറയുന്നത് കേട്ടോ. ഈ ഒരു ആക്ടിന്റെ പ്രയോജനം, അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല് മിനിമൽ കോസ്റ്റ് ഈസ് ഇൻവോൾവ്ഡ് ആൻഡ് മാറ്റർ ഈസ് ഡിസൈഡഡ് വിത്തിൻ 3 to 4 months കേട്ടോ. നമുക്ക് ചുരുങ്ങിയ ചെലവ് കൊണ്ട് തന്നെ
ഒരു 3-4 മാസങ്ങൾക്കുള്ളിൽ നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഉപഭോക്തൃ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ ചെലവിൽ തന്നെ വിത്തിൻ ഒരു 3 to 4 months അല്ലെ 3-4 മാസത്തിനുള്ളിൽ നമുക്ക് അത്തരം പ്രശ്നങ്ങൾക്ക് എന്ത് കണ്ടെത്താനായിട്ട് സാധിക്കും, പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. അതൊരു ഈ ഒരു ആക്ട് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആണ് കേട്ടോ. അത് അതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് അതാണ് പറയുന്നത്. അഡ്വാൻറ്റേജ് ഇട്ടിട്ട് ചെറിയൊരു ഹൈഫൺ ഇട്ട് കൊടുക്കണം കേട്ടോ. കുഞ്ഞൊരു ഹൈഫൺ ഇട്ട് കൊടുക്കണേ. അതാണ് മിനിമൽ കോസ്റ്റ് ഈസ് ഇൻവോൾവ്ഡ് ആൻഡ് മാറ്റർ ഈസ് ഡിസൈഡഡ് വിത്തിൻ 3 to 4 months. ഇനി അടുത്ത് നോക്കൂ, ഇറ്റ് പ്രൊവൈഡ്സ് ദ റിഡ്രസൽ ഫോർ ദ ഡിഫക്റ്റീവ് ഗുഡ്സ്, എഫിഷ്യന്റ് സർവീസ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. പിന്നെ എന്തിനൊക്കെ എതിരെയുള്ള സംരക്ഷണമാണ് നമുക്ക് ഈ ഒരു ആക്ട് തരുന്നത് നോക്കിയേ. ഇറ്റ് പ്രൊവൈഡ്സ് ദ റിഡ്രസൽ. റിഡ്രസൽ എന്ന് പറഞ്ഞാൽ പരിഹാരം കാണാനുള്ള അർത്ഥമാണ് കേട്ടോ. ഫോർ ദ ഡിഫക്റ്റീവ് ഗുഡ്സ്, നമ്മൾ പൈസ കൊടുത്ത് എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നു, അതിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അല്ലെ, എന്തെങ്കിലും അത് വികലമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ ഡെഫിഷ്യന്റ് സർവീസ്, നമുക്ക് ലഭിക്കുന്ന സേവനങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് അല്ലെ, അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഉപഭോക്താക്കളുടെ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന രീതിയിൽ, അന്യായമായിട്ടുള്ള രീതിയിൽ വ്യാപാരം നടത്തുക അല്ലെ. ഇപ്പൊ നമ്മള് ആവശ്യത്തില് എന്താണ് കൂടുതൽ പൈസ ഈടാക്കുക, അങ്ങനെയൊക്കെ രീതിയിലൊക്കെ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള ഒരു പരിഹാരമാണ് ഈ പറയുന്ന ആക്ടിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ചുരുക്കി പറഞ്ഞ ഉപഭോക്താക്കളുടെ സംരക്ഷണം അല്ലെങ്കിൽ അവർക്ക് ഒരു എന്താ പറയാ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം. 1987 September 1-നാണ് ഇത് നിലവിൽ വരുന്നത്. അത് കൂടാതെ നമുക്ക് ചുരുങ്ങിയ ചെലവ് കൊണ്ട് തന്നെ 3-4 മാസത്തിനുള്ളിൽ നമുക്ക് ഉപഭോക്തൃ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്തിനൊക്കെയുള്ള സംരക്ഷണമാണ് ഇത് നൽകുന്നത്? നമുക്കൊരു കൺസ്യൂമറിന് ഉണ്ടാകുന്ന ഡിഫക്റ്റീവ് ഗുഡ്സ്, അവർക്ക് ലഭിക്കുന്ന എന്തെങ്കിലും ഡെഫിഷ്യന്റ് സർവീസസ്, അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള ഉപഭോക്താക്കളുടെ സംരക്ഷണത്തിനായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ട് ആണ് കേട്ടോ അത്. ഓക്കെ, ഇനി ആരാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്? ഹു ഈസ് എ കൺസ്യൂമർ? നമുക്കറിയാം ആരാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. എ പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻസ്. ഇതാണ് പറയുന്നത് എ പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻ അല്ലെ. ഇവിടെ കൺസിഡറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പേയ്മെന്റ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന, അപ്പൊ നമ്മളൊരു പ്രോഡക്റ്റോ സേവനങ്ങളോ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിരേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാലോ ആരാണ് ഉപഭോക്താവ് എന്നുള്ളത്, നിങ്ങൾക്കറിയാം അല്ലെ. അതായത് എ പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻ. ഇവിടെ കൺസിഡറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പേയ്മെന്റ് കൊടുത്ത് അല്ലെ, അല്ലെങ്കിൽ നമ്മളൊരു കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ വസ്തുക്കളോ സേവനങ്ങളോ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഡെഫിഷ്യൻസിയാണ് കേട്ടോ. അതായത് എന്തെല്ലാം ഡെഫിഷ്യൻസിക്കുള്ള സംരക്ഷണമാണ് ഈ പറയുന്ന ആക്ട് തരുന്നത്. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഡെഫിഷ്യൻസി എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ ഡെഫിഷ്യൻസികൾക്കുള്ള എന്താ പറയാ സംരക്ഷണമാണ്, പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു ആക്ടിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നോക്കിക്കേ, എ ഫോൾട്ട്, imperfection or shortcoming or inadequacy in the quality, nature and manner of performance of a contract or otherwise in relation to the service. നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളാവട്ടെ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സേവനങ്ങളിൽ വരുന്ന എന്തെങ്കിലും ഫാൾട്ടുകൾ അല്ലെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇംപെർഫെക്ഷൻസ് അല്ലെ, അതുപോലെ തന്നെ ഷോർട്ട് കമ്മിങ്സ് പോരായ്മകൾ, പിന്നെന്താണ് ഇനാഡിക്വസി ഇൻ ദ ക്വാളിറ്റി ആൻഡ് നേച്ചർ ഓഫ് മാനർ ഓഫ് പെർഫോമൻസ് അല്ലെ, നമ്മൾ വാങ്ങുന്ന വസ്തുക്കളിലോ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സേവനത്തിന്റെ ക്വാളിറ്റിയിലോ നേച്ചറിലോ ഉണ്ടാകുന്ന എന്തെങ്കിലും പോരായ്മകൾ. അപ്പൊ ഇവയ്ക്കൊക്കെ എതിരെയായിട്ട് ഒരു ഉപഭോക്താവിന് സംരക്ഷണം കൊടുക്കുന്ന ഒരു ആക്ട് ആണിത്. സെയിം നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഇനി അടുത്തതാണ് സർവീസിനെ പറ്റിയാണ് പറയുന്നത്. സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിംഗ് ഫ്രീ സർവീസ് കേട്ടോ, അതും ഓർക്കുക. അതായത് നമുക്ക് സൗജന്യ സേവനങ്ങൾ ഒഴികെയുള്ള ബാക്കി എല്ലാ രീതിയിലുള്ള സേവനങ്ങൾക്കും നമുക്ക് ഈ പറയുന്ന ആക്ട് ബാധകമാണ്. സൗജന്യ സേവനത്തിന് ലഭിക്കില്ല. സൗജന്യ സേവനം എന്ന് പറഞ്ഞാൽ സൗജന്യമായിട്ട് കിട്ടുന്നതാണ് അല്ലെ. നമുക്ക് സൗജന്യമായിട്ട് കിട്ടുമ്പോൾ നമുക്ക് അതിൽ വല്ല പോരായ്മകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആക്ട് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ സൗജന്യ സേവനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സേവനങ്ങൾക്കും ഈ പറയുന്ന ആക്ട് ബാധകമാണ് കേട്ടോ. ഓക്കെ, അടുത്തത് പറയുന്നത് ടൈം ലിമിറ്റേഷനെ പറ്റിയിട്ടാണ് കേട്ടോ. എന്താണ് ടൈം ലിമിറ്റേഷനെ പറ്റിയിട്ടാണ്.
ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. എ ക്ലെയിം ഫോർ ദ കോമ്പൻസേഷൻ അണ്ടർ CPA. CPA എന്ന് പറഞ്ഞാല് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നതിന്റെ ചുരുക്കരൂപമാണ് കേട്ടോ. A claim for the compensation under CPA that must be filed within 3 years. Within 3 years എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നഷ്ടപരിഹാരത്തിനായിട്ടുള്ള ക്ലെയിമുകൾ നമ്മൾ 3 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, ഫയൽ ചെയ്തിരിക്കണം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു നഷ്ടം വന്നു, ആസ് എ കൺസ്യൂമർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു CPA പ്രകാരം ആ ഒരു നഷ്ടപരിഹാരം ലഭിക്കാനായിട്ട് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 വർഷത്തിനുള്ളിൽ നമ്മൾ ആ ക്ലെയിം നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, അത് വിട്ടു പോകാൻ പാടില്ല. 3 വർഷത്തിനുള്ളിൽ അത് നമ്മൾ ഫയൽ ചെയ്ത് കൊടുത്തിരിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് അത് പെട്ടെന്ന് തന്നെ ശരിയാക്കി കിട്ടുള്ളൂ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. പിന്നെ നോക്കാം, നാഷണൽ ഫോറം ഡീൽസ് കേസസ് greater than 30 lakhs. National forum deals cases greater than 30 lakhs. അതായത് നമ്മൾ ഈ പറയുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ സംരക്ഷണ കോടതികളൊക്കെ നിലവിൽ വന്നിട്ടുണ്ട്. അതും ഈ പറയുന്ന സെൻട്രൽ ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, അതുകൂടാണ്ട് പ്രാദേശികമായിട്ടൊക്കെ ഉപഭോക്തൃ സംരക്ഷണ കോടതികൾ നിലവിൽ വന്നിട്ടുണ്ട്. ഉപഭോക്തൃ സംരക്ഷണ കോടതികൾ മാത്രമല്ല, ഉപഭോക്തൃ സംരക്ഷണ സമിതികളൊക്കെ നിലവിൽ വന്നിട്ടുണ്ട്. അത് പ്രകാരം ഇത് ഓർത്തു വെക്കണം, 30 ലക്ഷമോ അതിൽ കൂടുതലോ ഉള്ള കേസുകളാണെങ്കിൽ നാഷണൽ ഫോറത്തിനാണ്, അത് തന്നെ സഫീറ കൺസ്യൂമർ കോർട്ടാണ് കേട്ടോ, അത് തന്നെ സംരക്ഷണ കോടതികൾ നിലവിൽ വന്നിട്ടുണ്ട്. അത് പ്രകാരം 30 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ഉള്ള കേസുകളാണെങ്കിൽ നാഷണൽ ഫോറത്തിനാണ് ഡീൽ ചെയ്യുന്നത് കേട്ടോ. അതായത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയിലാണ് 30 ലക്ഷമോ അതിൽ കൂടുതലോ ഉള്ള കേസുകളാണെങ്കിൽ നാഷണൽ ഫോറത്തിലാണ് ഡീൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഫോറത്തിനാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 5 lakhs ആണ് കേട്ടോ. 5 ലക്ഷമോ അതിൽ കൂടുതലോ ഉള്ള കേസുകളാണെങ്കിൽ സ്റ്റേറ്റ് ഫോറത്തിനാണ് കേട്ടോ. അതായത് നമ്മുടെ സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതിയിലാണ് അങ്ങനെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് ഫോറം അപ് ടു 5 lakhs, ഇനി 5 ലക്ഷം വരെയുള്ള കേസുകളാണെങ്കിൽ അത് ജില്ലാ കോടതി കേട്ടോ, ജില്ലാ ഉപഭോക്തൃ സമിതികളിലാണ് അത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ആ ലിമിറ്റ് നിങ്ങളൊന്ന് നോക്കി വെക്കണം കേട്ടോ. അപ്പൊ 30 ലക്ഷം അതിൽ കൂടുതലാണെങ്കിൽ ആ കേസുകൾ എവിടെയാണ് ഡീൽ ചെയ്യുന്നത്, നാഷണൽ ഫോറത്തിലാണ് കേട്ടോ. അതായത് നമ്മുടെ കേന്ദ്ര ഉപഭോക്തൃ കോടതികളിലായിരിക്കും കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കാം. അതേസമയം 5 ലക്ഷമോ അതിൽ കൂടുതലുള്ള കേസുകളാണെങ്കിൽ സ്റ്റേറ്റ് ഫോറത്തിനും, 5 ലക്ഷം വരെയുള്ള കേസുകളാണെങ്കിൽ ഡിസ്ട്രിക്ട് ഫോറത്തിനുമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത്ര മാത്രം നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റി പഠിച്ചാൽ മതി കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്നത് 1987 സെപ്റ്റംബർ 1-നാണ് അല്ലെ, പ്രാബല്യത്തിൽ വരുന്നത് അന്നാണ്. പിന്നെ നമ്മൾ പറഞ്ഞു വളരെ ചുരുങ്ങിയ ചെലവ് കൊണ്ട് 3-4 മാസത്തിനുള്ളിൽ നമുക്ക് ഇതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ഉപഭോക്താവിന് അവർക്ക് ലഭിക്കുന്ന സേവനങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റുകളിൽ എന്തെങ്കിലും ഫാൾട്ടോ ഇംപെർഫെക്ഷൻസോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായം. ചില ആളുകള്, ഞാൻ നേരത്തെ പറഞ്ഞു, ഉപഭോക്താവിന്റെ സ്വാതന്ത്ര്യത്തിനെ ഹരിക്കുന്ന രീതിയിൽ വ്യാപാര സമ്പ്രദായങ്ങൾ നടത്തുക, അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ വിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്യില്ലേ. അതുപോലെ തന്നെ എന്താണ്, ആ ഒരു വിൽപ്പന സ്പീഡപ്പ് ആക്കാനായിട്ട് തെറ്റായിട്ടുള്ള രീതിയിൽ പരസ്യ പ്രചാരണങ്ങളൊക്കെ നടത്തുക, അതൊക്കെ ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. അതൊക്കെ അതുമൂലമൊക്കെ ഉണ്ടാകുന്ന ഒരു ഉപഭോക്താവിന് ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്കൊക്കെ എന്തിന് പരിഹാരം നമുക്ക് കണ്ടെത്താൻ പറ്റും? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നെ ആരാണ് കൺസ്യൂമർ? കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സൺ ഹു ഹയർസ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻ അല്ലെ, ഒരു പേയ്മെന്റ് കൊടുത്തുകൊണ്ട് ഒരു പ്രോഡക്റ്റോ സർവീസോ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തി, അവരെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. പിന്നെ ഓർക്കുക, സൗജന്യ സേവനങ്ങൾ ഒഴികെയുള്ള ബാക്കി എല്ലാ സേവനങ്ങൾക്കും ഈ ഒരു ആക്ട് ബാധകമാണ് കേട്ടോ. സൗജന്യ സേവനങ്ങൾക്ക് ഈ പറയുന്ന ആക്ട് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. പിന്നെ ടൈം ലിമിറ്റേഷനെ പറ്റി നമ്മൾ പറഞ്ഞു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമുള്ള നഷ്ടപരിഹാരത്തിനായിട്ടുള്ള ക്ലെയിമുകൾ 3 വർഷത്തിനുള്ളിൽ തന്നെ, എത്ര വർഷമാണ്? 3 വർഷത്തിനുള്ളിൽ ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, 30 ലക്ഷമോ അതിന് മുകളിലുള്ള കാര്യങ്ങളാണെങ്കിൽ നാഷണൽ ഫോറത്തിലാണ്, 5 ലക്ഷം അതിന് മുകളിലുള്ള കേസുകൾ സ്റ്റേറ്റ് ഫോറത്തിലും, 5 ലക്ഷം വരെയുള്ള കേസുകൾ ഡിസ്ട്രിക്ട് ഫോറത്തിലുമാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓക്കെ ആണല്ലോ? ശരി, അടുത്തതിലോട്ട് പോവാം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് ആണ് കേട്ടോ. പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ്, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്.
നമ്മൾ പേഷ്യൻസ് ആയിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ അവകാശങ്ങളെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. ഓക്കെ, അപ്പൊ പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ്, രോഗിയുടെ അവകാശങ്ങളെ പറ്റിയാണ് ഇനി നമ്മൾ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? റെസ്പെക്ട്ഫുൾ കെയർ ആണ്. അതായത് ഒരു മാന്യമായിട്ടുള്ള ഒരു പരിചരണം ലഭിക്കുന്നതിനുള്ള അവകാശം ഏതൊരു രോഗിക്കും ഉണ്ട് അല്ലെ. അവിടെ ഒരിക്കലും ഒരു കാസ്റ്റോ കമ്മ്യൂണിറ്റിയോ റിലീജിയനോ സെക്സോ അതൊന്നും അവിടെ വിഷയമല്ല അല്ലെ. അല്ലെങ്കിൽ ഒരു എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടോ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും അതിന് തടസ്സമല്ല. എല്ലാ ആളുകൾക്കും ഒരു റെസ്പെക്ട്ഫുൾ കെയർ കിട്ടാനുള്ള അവകാശം ഉണ്ട് അല്ലെ. എല്ലാവർക്കും ഒരു മാന്യമായിട്ടുള്ള പരിചരണം കിട്ടുന്നതിനുള്ള അവകാശം ഏതൊരു രോഗിക്കും ഉണ്ട്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, കംപ്ലീറ്റ് ഇൻഫർമേഷൻ വിത്ത് റിഗാർഡ് ടു ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രോഗ്നോസിസ്. എന്തൊക്കെയാണ് പറയുന്നത്? കംപ്ലീറ്റ് ഇൻഫർമേഷൻ വിത്ത് റിഗാർഡ് ടു ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രോഗ്നോസിസ് അല്ലെ. പ്രോഗ്നോസിസ് എന്താണ്? പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രഡിക്ഷൻ ആണ് കേട്ടോ. പ്രവചനം എന്നാണ് പറയാ കേട്ടോ. പ്രഡിക്ഷൻ ആണ്, അത് തന്നെ, അതാണ് പ്രോഗ്നോസിസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു രോഗിക്ക് അവർക്ക് ലഭിക്കുന്ന ട്രീറ്റ്മെന്റുകള് അല്ലെങ്കിൽ അവരുടെ രോഗനിർണയങ്ങള്, പിന്നെ അവരുടെ പ്രോഗ്നോസിസ്, അവരിപ്പോ ഇന്ന ട്രീറ്റ്മെന്റ് കൊടുത്ത് അവര് ബെറ്റർ ആവും എന്നുള്ളൊരു പ്രോഗ്നോസിസിന്റെ ബേസിലാണ് ഡോക്ടേഴ്സ് അവർക്ക് ട്രീറ്റ്മെന്റ് മറ്റും കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, രോഗനിർണയങ്ങളായിക്കോട്ടെ, പ്രോഗ്നോസിസ്, അതിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ലഭിക്കുന്നതിനുള്ള അവകാശം ആർക്കുണ്ട്? ഒരു രോഗിക്കുണ്ട് അല്ലെ. ഡോക്ടറിൽ നിന്ന് കംപ്ലീറ്റ് അവരുടെ രോഗത്തെ പറ്റിയുള്ള എല്ലാ വിശദാംശങ്ങളും അറിയുന്നതിനുള്ള അവകാശം ഒരു രോഗിക്ക്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. പിന്നെ നോക്കൂ, ദ പേഷ്യന്റ്, PT പേഷ്യന്റ് ആണ് കേട്ടോ. പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ഫ്രം ഡോക്ടർ ബിഫോർ ഹി ഗീവ്സ് ദ കൺസെന്റ്. അതായത് ഒരു രോഗി അവരുടെ കൺസെന്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഡോക്ടറിൽ നിന്നും കംപ്ലീറ്റ് ഇൻഫർമേഷൻ അറിയുന്നതിനുള്ള അവകാശമുണ്ട് അല്ലെ. നമുക്കറിയാം, ഒരു രോഗിയുടെ സമ്മതമില്ലാതെ ഒരു കാരണവശാലും ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സർജറി നടത്താനോ ഒന്നും നമുക്ക് പറ്റില്ല. എപ്പോഴും എന്താണ്? പേഷ്യന്റിന്റെ കൺസെന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ ഒരു പേഷ്യന്റ് അവരുടെ കൺസെന്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ഡോക്ടറിൽ നിന്നും ഇൻഫർമേഷൻ പറയുന്നതിനുള്ള അവകാശം പേഷ്യന്റിന് ഉണ്ട്. ഓക്കെ, അടുത്തത് പറയുന്നത് റൈറ്റ് ടു റിഫ്യൂസ് ദ ട്രീറ്റ്മെന്റ് ടു ദ എക്സ്റ്റെന്റ് പെർമിറ്റഡ് ബൈ ദ ലോ ആൻഡ് ടു ബി ഇൻഫോർംഡ്. റൈറ്റ് ടു റിഫ്യൂസ് ദ ട്രീറ്റ്മെന്റ് അല്ലെ. അതായത് നമ്മുടെ നിയമം അനുശാസിക്കുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചില ട്രീറ്റ്മെന്റുകൾ നമുക്ക് റിഫ്യൂസ് ചെയ്യാം, വേണ്ടാന്ന് വെക്കുന്നതിനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. അത് പേഷ്യന്റിന്റെ റൈറ്റ് ആണ്. ഒരു ഡോക്ടർ പറഞ്ഞെങ്കിൽ കൂടിയും ഒരു രോഗിക്ക് തോന്നുകയാണ് എനിക്ക് ആ ട്രീറ്റ്മെന്റ് വേണ്ട, ഞാനത് എടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പേഷ്യന്റിന്റെ റൈറ്റ് ആണ്. അതാണ് ഇവിടെ പറയുന്നത്. ടു ദ എക്സ്റ്റെൻഡ് പെർമിറ്റഡ് ബൈ ദ ലോ ആൻഡ് ടു ബി ഇൻഫോംഡ്. അതായത് നിയമം അനുശാസിക്കുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ട്രീറ്റ്മെന്റ് നിരാകരിക്കുന്നതിന്, റിഫ്യൂസ് ചെയ്യുന്നതിനുള്ള അവകാശം പേഷ്യന്റിനുണ്ട്. അത് കൃത്യമായിട്ട് അവരെ അറിയിക്കേണ്ടതാണ് അല്ലെ. ഓക്കെ, പിന്നെ നോക്കൂ, മെഡിക്കൽ കോൺസിക്വൻസസ് അല്ലെ. റൈറ്റ് ടു നോ ദ മെഡിക്കൽ കോൺസിക്വൻസസ്. അതായത് മെഡിക്കൽ കോൺസിക്വൻസസിനെ പറ്റിയിട്ട്, മെഡിക്കൽ പരിണിത ഫലങ്ങളെ പറ്റിയിട്ട് അറിയുന്നതിനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. അതിനെ പറ്റിയിട്ട് എല്ലാം ഡോക്ടർ വിശദമാക്കി കൊടുക്കണം അല്ലെ. ഇപ്പൊ ഏതൊരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് അവരിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ പ്രൊസീജിയറുകളാണ് അവരിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഓരോ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെതായ ചില പോസിറ്റീവ് ഔട്ട്കംസ് ഉണ്ടായിരിക്കും, നെഗറ്റീവ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതിനെപ്പറ്റി എല്ലാം എന്തൊക്കെ പൊട്ടൻഷ്യൽ റിസ്കുകൾ ഉണ്ട്, എന്തൊക്കെ മെഡിക്കൽ കോൺസിക്വൻസസ് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയും അവർക്ക് എന്ത് കൊടുത്തിരിക്കണം? അറിവ് കൊടുത്തിരിക്കണം. അത്തരം കാര്യങ്ങൾ അറിയാനുള്ള അവകാശം ആർക്കുണ്ട്? ഒരു പേഷ്യന്റിനുണ്ട്. അപ്പൊ പേഷ്യന്റ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ ഇത് പറഞ്ഞു കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ നമുക്കത് അവകാശപ്പെടാം. ഓക്കെ, അതാണ് പറയുന്നത് മെഡിക്കൽ കോൺസിക്വൻസസ് കേട്ടോ. പിന്നെ വരുന്നത് റൈറ്റ് ടു പ്രൈവസി ആണ്. ഓൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെക്കോർഡ്സ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് എ കോൺഫിഡൻഷ്യൽ. നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യം, റൈറ്റ് ടു പ്രൈവസി, അത് ഏത് ആളുകൾക്കും ഉണ്ട് കേട്ടോ. പേഷ്യൻസിന് മാത്രമല്ല, ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശമാണ് അല്ലെ. പ്രത്യേകിച്ച് എന്താണ്? ഒരു രോഗിയെ സംബന്ധിക്കുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻസും റെക്കോർഡും തികച്ചും എന്തായിരിക്കണം? കോൺഫിഡൻഷ്യൽ ആയിരിക്കണം അല്ലെ. വളരെ രഹസ്യാത്മകമായിരിക്കണം. കോൺഫിഡൻഷ്യാലിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതിനെപ്പറ്റി നമ്മൾ പബ്ലിക് റിലേഷനിൽ പറഞ്ഞില്ല, അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ പറയുന്നത് എന്താ വെച്ചാല്, ഹോസ്പിറ്റൽസ് മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ, സർവീസ് ആൻഡ് റെഫറൽ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ അർജൻസി ഓഫ് ദ കേസ്. എന്താണ് പറയുന്നത്? ഹോസ്പിറ്റൽസ് മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ, സർവീസ് ആൻഡ് റെഫറൽ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ അർജൻസി ഓഫ് ദ കേസ്. അതായത് ഒരു രോഗിയുടെ അടിയന്തരാവസ്ഥക്കനുസരിച്ച്, അർജൻസിക്ക് അനുസരിച്ചുകൊണ്ട്
അവർക്ക് കൃത്യമായിട്ടുള്ള ഇവാലുവേഷൻ, അവർ കൃത്യമായിട്ട് വിലയിരുത്തണം, അവർക്ക് വേണ്ട സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യണം, ആവശ്യമെങ്കിൽ അവർക്ക് റെഫറൽ സംവിധാനങ്ങളും റെഫറൽ ഗൈഡൻസും അവർക്ക് കൊടുത്തിരിക്കണം. അതൊരു ഹോസ്പിറ്റൽ ചെയ്യേണ്ട കാര്യമാണ് അല്ലെ. അവരെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ, അതുപോലെ അവർക്ക് വേണ്ട സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ റെഫറൽ അല്ലെ, ഇപ്പൊ റെഫറൽ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ അർജൻസി ഓഫ് ദ കേസ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗി വരികയാണ്, ഇപ്പൊ അവർക്കൊരു ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല എങ്കിൽ നമ്മൾ അവരെ ആ പേഷ്യന്റിനെ അവിടെ ഹോൾഡ് ചെയ്യരുത്. അങ്ങനെ എന്ത് ചെയ്യണം, അവർക്കൊരു ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് അവരെ റെഫർ ചെയ്യണം അല്ലെ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ഒരു മെഡിക്കൽ പ്രൊഫഷന്റെ ഭാഗമാണ്. ഇപ്പൊ അവർക്ക് ഒരു നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാനോ ഉള്ളൊരു റിസോഴ്സസ് അവിടെ ഇല്ല എങ്കിൽ നമ്മൾ ആ രോഗിക്ക് ഒരു ബെറ്റർ ട്രീറ്റ്മെന്റ് എവിടെ ലഭിക്കുമോ അവിടേക്ക് നമ്മൾ അവരെ എന്ത് ചെയ്യണം, റെഫർ ചെയ്ത് വിടണം. അതാണ് അവിടെ പറയുന്നത്. അങ്ങനെയുള്ള സേവനങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഒരു ഹോസ്പിറ്റൽ ഉറപ്പാക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സേവനങ്ങൾ ലഭിക്കാനുള്ള അവകാശം ആർക്കുണ്ട്, ഒരു പേഷ്യന്റ്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ സർവീസ് ആൻഡ് റെഫറൽ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ അർജൻസി ഓഫ് ദ കേസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, റിലേഷൻഷിപ്പ് ഓഫ് ഹോസ്പിറ്റൽ ടു അതർ ഹോസ്പിറ്റൽ വേർ വൺ ഈസ് ബീയിങ് റെഫേർഡ് ടു അല്ലെ. അതോടൊപ്പം തന്നെ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഷ്യന്റിനെ റെഫർ ചെയ്ത് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് വിടുകയാണെന്നിരിക്കട്ടെ. അപ്പൊ എന്ത് ചെയ്യണം, ഈ വിടുന്ന ഹോസ്പിറ്റല് മറ്റേ ഹോസ്പിറ്റലുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പറഞ്ഞു മനസ്സിലായോ? ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളൊരു പേഷ്യന്റിന് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേറൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ അവരെ റെഫർ ചെയ്ത് വിടുകയാണ്. അപ്പൊ ഈ പറയുന്ന റെഫർ ചെയ്ത് വിടുന്ന ഹോസ്പിറ്റലും ഈ പറഞ്ഞു വിട്ട ഹോസ്പിറ്റലുകളും തമ്മിൽ എന്താണ്, പരസ്പരം ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നത് പറയുന്നത്, ആ ഒരു പേഷ്യന്റിന്റെ കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ ഉറപ്പുവരുത്താനാണ് അല്ലെ. കാര്യം അവരെ പറഞ്ഞു വിടുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ആ ഒരു രോഗിയെ പറ്റിയുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ അറിയാവുന്നത് ഈ ഒരു ഹോസ്പിറ്റലിലായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു മെഡിക്കൽ റെക്കോർഡ്സും കംപ്ലീറ്റ് ഹെൽത്ത് സ്റ്റാറ്റസിന്റെ എല്ലാം ആർക്ക് പാസ് ചെയ്യാണ്, മറ്റേ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുന്ന സമയത്ത് അവരുമായി എന്താണ്, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പേഷ്യന്റിന് ഒരു കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് റിലേഷൻഷിപ്പ് ഓഫ് ഹോസ്പിറ്റൽ ടു ദ അതർ ഹോസ്പിറ്റൽ വെർ ദ വൺ ഈസ് ബീയിങ് റെഫേർഡ് ടു. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ ഒരു പേഷ്യന്റിന് കിട്ടേണ്ട സേവനങ്ങളുടെ ഒരു ഭാഗമാണ് ഈ പറയുന്നത് കേട്ടോ. പിന്നെ നോക്കുക, റൈറ്റ് ടു റിഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്. റൈറ്റ് ടു റിഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് അല്ലെ. അതായത് നമ്മൾ ഗവേഷണ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുക. ടേക്ക് പാർട്ട് മീൻസ് പങ്കെടുക്കുന്നതൊക്കെ, അല്ലെങ്കിൽ നമ്മളൊരു ഗവേഷണ പ്രവർത്തനങ്ങളിൽ നിർബന്ധപൂർവ്വം പങ്കെടുക്കുന്നതൊക്കെ നിരസിക്കുന്നതിനുള്ള അവകാശം ആർക്കുണ്ട്, പേഷ്യൻസ് ഉണ്ട്. ഇപ്പൊ ഒരു നിർബന്ധപൂർവ്വം ഒരു ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമാവാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമാവാനൊക്കെ ആയിട്ട് നിർബന്ധിക്കുകയാണെങ്കിൽ അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് റിഫ്യൂസ് ചെയ്യാനുള്ള റൈറ്റും ആർക്കുണ്ട്, പേഷ്യൻസ് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്, റൈറ്റ് ടു റിഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് കേട്ടോ. അടുത്തത് ഇതാണ്, റൈറ്റ് ടു നോ അപ്പോയിന്റ്മെന്റ്സ് ഓർ അവൈലബിലിറ്റി ഓഫ് ഡോക്ടർ, കണ്ടിന്യൂവിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഡിമാൻഡ്സ് ആഫ്റ്റർ ദ ഡിസ്ചാർജ്. അതോടൊപ്പം തന്നെ റൈറ്റ് ടു നോ ദ അപ്പോയിന്റ്മെന്റ്സ് ഓർ അവൈലബിലിറ്റി ഓഫ് ഡോക്ടർ അല്ലെ. ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ്സുകള്, അവരുടെ ഡോക്ടർമാരുടെ അവൈലബിലിറ്റി, അതൊക്കെ അറിയുന്നതിനുള്ള അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ കണ്ടിന്യൂവിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഡിമാൻഡ്സ് ആഫ്റ്റർ ഡിസ്ചാർജ്, ഡിസ്ചാർജിന് ശേഷം ആരോഗ്യ സംരക്ഷണ സേവനങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള അവകാശം ആർക്കുണ്ട്, ഒരു പേഷ്യന്റിനുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് അറിയാനും അവൈലബിലിറ്റി അറിയാനുള്ള അവകാശമുണ്ട്. അതുകൂടാതെ ഡിസ്ചാർജിന് ശേഷം ആരോഗ്യ പരിപാലന സേവനങ്ങള് ലഭിക്കുന്നതിനുള്ള അവകാശം ഒരു പേഷ്യന്റിന് ഉണ്ട്. പിന്നെന്താണ്, റൈറ്റ് ടു ഇൻസ്പെക്ട് ആൻഡ് റിസീവ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ബില്ല് അല്ലെ. ഈ പറയുന്ന രോഗികൾക്ക് ബില്ലുകള് അല്ലെ, ബില്ലുകൾ പരിശോധിക്കാനും ബില്ലുകളുടെ വിശദാംശങ്ങളൊക്കെ അറിയുന്നതിനുള്ള അവകാശമുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? റൈറ്റ് ടു ഇൻസ്പെക്ട് ആൻഡ് റിസീവ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ബില്ല് കേട്ടോ. രോഗികൾക്ക് അവരുടെ ബില്ലുകൾ അറിയാനും ബില്ലുകൾ പരിശോധിക്കാനും അതിന്റെ വിശദാംശങ്ങളൊക്കെ അറിയുന്നതിനുള്ള അവകാശമുണ്ട്. പിന്നെന്താണ്, റൈറ്റ് ടു ഹോസ്പിറ്റൽ റൂൾസ് അല്ലെ. ഹോസ്പിറ്റൽ റൂൾസുകൾക്ക് അറിയുന്നതിനുള്ള അവകാശം ആർക്കുണ്ട്, പേഷ്യന്റിന്. ഈ പറയുന്നതെല്ലാം തന്നെ പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സുകളാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, മാന്യമായിട്ടുള്ള പരിചരണം ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട് അല്ലെ. അതുപോലെ ഒരു രോഗിക്ക് തന്റെ ആരോഗ്യസ്ഥിതിയെ പറ്റിയിട്ട്, തന്റെ രോഗനിർണയം, ചികിത്സകള്, പ്രോഗ്നോസിസ് എന്നിവയെ പറ്റി കംപ്ലീറ്റ് ഇൻഫർമേഷൻ അറിയുന്നതിനുള്ള അവകാശമുണ്ട്. പ്രത്യേകിച്ച് ഒരു രോഗിയുടെ സമ്മതം ലഭിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഡോക്ടറിൽ നിന്ന് ഈ പറയുന്ന വിവരങ്ങളൊക്കെ അവർക്ക്
ലഭിച്ചിരിക്കണം. പിന്നെ നിയമം അനുശാസിക്കുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചില ചികിത്സകൾ വേണ്ടാന്ന് വെക്കാനും റിഫ്യൂസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? പേഷ്യൻസിനുണ്ട്. പിന്നെ അവർക്ക് എടുക്കുന്ന ട്രീറ്റ്മെന്റുകളുടെ പ്രൊസീജിയറുകളുടെയൊക്കെ മെഡിക്കൽ കോൺസിക്വൻസസിനെ പറ്റി അറിയുന്നതിനുള്ള അവകാശമുണ്ട്. സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു ഇവാലുവേഷനും സർവീസും റെഫറൽ ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട്. അവർ റെഫർ ചെയ്യുന്നത് വിടുന്ന ഹോസ്പിറ്റലുമായിട്ട് നിലവിലുള്ള ഹോസ്പിറ്റലിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടതും അതും ഈ പറയുന്നവർക്ക് ലഭിക്കേണ്ട സേവനത്തിന്റെ ഭാഗമാണ്. പിന്നെ ഈ പറയുന്ന റിസർച്ചുകളില് എന്താ പറയാ റിസർച്ചുകളുടെ ഭാഗമാവുന്നതിനൊക്കെ പിൻവലിയാനായിട്ട് അതിനൊക്കെ റിഫ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു റൈറ്റ് ഉണ്ട്. ഡോക്ടർമാരുടെ അപ്പോയിന്റ്മെന്റുകൾ അവൈലബിലിറ്റി അറിയാനുള്ള അവകാശം, അതുപോലെ ഡിസ്ചാർജിന് ശേഷവും ആരോഗ്യപരിപാലന സേവനങ്ങൾ ലഭിക്കാനുള്ള അവകാശം, ബില്ലുകളെ പറ്റിയിട്ട് അറിയാനും വിശദാംശങ്ങൾ അറിയുന്നതിനുള്ള അവകാശം, ഹോസ്പിറ്റൽ റൂളുകളെ പറ്റി അറിയുന്നതിനുള്ള അവകാശം. ഇത്രയും കാര്യങ്ങളാണ് ഒരു പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സിനകത്ത് വരുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്ത ഭാഗത്തോട്ട് പോവാം. നെക്സ്റ്റ് വരുന്നതാണ് മിസ്സലേനിയസ് ആക്ട്സ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ദ ഹോസ്പിറ്റൽസ്. കേട്ടോ, നമുക്ക് ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ചില ആക്ടുകളാണ് ഇത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കേട്ടോ, ഈ ആക്ടുകളുടെയൊക്കെ വർഷമാണ് നിങ്ങൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ടത്. കേട്ടോ, ഒന്നാമത്തെ നോക്കുക, സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എന്നാണ് വർഷം? 1800 ആണ്. 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്. നോക്കുക, Societies Registration Act 1860 controls the working and management of institutions established or owned by the charitable trust. അതായത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ളതോ അല്ലെങ്കിൽ അതിന് കീഴിൽ സ്ഥാപിതമായിട്ടോ ഉള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും മാനേജ്മെന്റ്, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, അവിടുത്തെ വർക്കിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് 1860 കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ടാണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഈ പറയുന്ന ആക്ടിന് എന്ത് ബാധകമാണ്? ഹോസ്പിറ്റലിനും അത് ബാധകമാണ്. കേട്ടോ, പറഞ്ഞു മനസ്സിലായോ? അതായത് നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ളതോ അല്ലെങ്കിൽ അതിന് കീഴിൽ സ്ഥാപിതമായിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഹോസ്പിറ്റലിൽ പെടും. ഓക്കെ, അപ്പൊ അതിന്റെ വർക്കിംഗ്, അവിടുത്തെ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. ഓക്കെ, ഇനി നോക്കുക, അത്രയും മനസ്സിലാക്കാൻ മതി. ഓൾ ഹോസ്പിറ്റൽസ് ഇൻ ദ വോളണ്ടറി സെക്ടർ ഓർ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, ദാറ്റ് മീൻസ് NGO, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ in the medical care field should be registered under this act. ഈ ഒരു ആക്ട് പ്രകാരം എല്ലാ സന്നദ്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ഉണ്ടാവുമല്ലോ, ഹെൽത്ത് കെയർ ഫീൽഡിലൊക്കെ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഇതര ഓർഗനൈസേഷൻ, സേവാഭാരതി, അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ചില ഓർഗനൈസേഷൻ ഇല്ലേ ഹെൽത്ത് കെയർ ഫീൽഡിലൊക്കെ പ്രവർത്തിക്കുന്നത്, അങ്ങനെ റെഡ് ക്രോസ് അങ്ങനത്തെയൊക്കെയുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ഈ പറയുന്ന ആക്ട് പ്രകാരം എന്ത് ചെയ്തിരിക്കണം? രജിസ്റ്റർ ചെയ്തിരിക്കണം. കാര്യം അവരുടെ ഒരു ലീഗൽ റെക്കഗ്നേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നത്. കേട്ടോ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അത്രയേ ഉള്ളൂ. ഇപ്പൊ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ഏതാണ് വർഷം? 1860 കേട്ടോ. ഇനി നോക്കാം, സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട്. സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട്. Some states have enacted their own public charitable trust act, which normally controls the detailed working and management of hospitals established by the public charitable trust. In such states, the society should also be registered under the state act. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്, അത് പ്രകാരം വിത്തിൻ ഇന്ത്യക്ക് അകത്തുള്ള ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളും, അതായത് നമ്മൾ ഈ പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടിന്റെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ആ ഒരു ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണം. സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ അതത് സംസ്ഥാനങ്ങളില്, ഓക്കെ, അതത് സ്റ്റേറ്റുകളില് എന്താണ് ഇതുപോലെ തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് അതത് സംസ്ഥാനങ്ങളും അവരുടേതായ ആക്ടുകൾ അവര് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സെൻട്രൽ ആക്ടുകൾ മാത്രമല്ല സ്റ്റേറ്റ് ആക്ടുകൾ ഉണ്ടായിരിക്കും.
പോരാത്തതിന് പ്രാദേശികമായിട്ടുള്ള ചില നിയമങ്ങൾ ഉണ്ടാവും. ഇതിനെല്ലാം അനുസൃതമായിക്കൊണ്ട് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. സെൻട്രൽ ആക്ടുകൾ മാത്രമല്ല, സ്റ്റേറ്റ് ആക്ടുകളായിട്ടുണ്ടാവണം. അതുപോലെ ചിലപ്പോൾ പ്രാദേശികമായിട്ടുള്ള നിയമങ്ങളും എല്ലാം പാലിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ലീഗൽ റെക്കഗ്നീഷനോട് കൂടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അതത് സംസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളുടേതായ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടുകൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ സ്റ്റേറ്റുകളിൽ പ്രവർത്തിക്കുന്ന, അതത് സ്റ്റേറ്റുകളിൽ പ്രവർത്തിക്കുന്ന ഇതേപോലെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ള കാര്യങ്ങളെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. ആ ഒരു കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നത്. അതുപ്രകാരം എന്ത് ചെയ്തിരിക്കണം? രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആണെന്ന് ഇരിക്കട്ടെ, അപ്പൊ അത് നമ്മുടെ കേരള സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. പോരാത്തതിന് നമ്മുടെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്ന സെൻട്രൽ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. രണ്ട് നിയമങ്ങളും അവർക്ക് ബാധകമാണ് കേട്ടോ. ഓക്കെ, ഇനി നോക്കുക. ആസ് ഇൻ റിലേഷൻ ടു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഓർ നഴ്സിംഗ് ഹോംസ്, അതായത് നമ്മുടെ ആശുപത്രികള്, നഴ്സിംഗ് ഹോംസുകളൊക്കെ സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടുകൾ ഉണ്ട് കേട്ടോ. അതില് ജസ്റ്റ് അങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഏത് ആക്ടുകളാണെന്നൊന്നുമില്ല, ജസ്റ്റ് അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, നോക്കാം. There are the regional laws. പ്രാദേശിക നിയമങ്ങളുണ്ട്. നമ്മൾ സെൻട്രൽ സ്റ്റേറ്റ് പോലെ പ്രാദേശികമായിട്ടുള്ള നിയമങ്ങളുണ്ട് കേട്ടോ. There are regional laws in each state controlling the establishment and standard about the hospitals or nursing homes. നമ്മൾ ഈ പറയുന്ന ആശുപത്രികള്, നഴ്സിംഗ് ഹോംസുകള് എന്നിവ സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സംസ്ഥാനങ്ങളിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ പ്രാദേശിക നിയമങ്ങൾ വരെ നിലവിലുണ്ടെന്നാണ് പറയുന്നത്. അത്തരം പ്രാദേശിക നിയമങ്ങളും അവിടെ പാലിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മളിപ്പോ ഒരു കട തുടങ്ങിയാന്ന് വിചാരിക്കും, നമ്മളിപ്പോ ഒരു ഷോപ്പ് തുടങ്ങിയാന്ന് വിചാരിക്കും. നമ്മുടെ നാട്ടിൽ ഒരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ നമ്മുടെ വില്ലേജ് ഓഫീസിൽ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരില്ലേ? വേണ്ടേ? അപ്പൊ അവരുടെയും ഒരു ആക്ട് ഉണ്ട്. അത് പ്രകാരം രജിസ്റ്റർ ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്കും അവിടെ പ്രവർത്തിക്കാനായിട്ട്, ഒരു ഷോപ്പ് തുടങ്ങാനോ ഒരു കടയിൽ തുറക്കാനൊക്കെ നമുക്ക് സാധിക്കുള്ളൂ. അങ്ങനെയല്ലേ? അതുപോലെ തന്നെയാണ് അത് പ്രാദേശികമായിട്ടുള്ള നിയമങ്ങളുണ്ട് കേട്ടോ. അതിനൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ് അടുത്തത് പറയുന്നത് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് കേട്ടോ. ഇതാണ് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. എന്താണ് അവിടെ പറയുന്നത്? എനി എസ്റ്റാബ്ലിഷ്മെന്റ് legally coming under this definition within the regional municipal jurisdiction that should be registered under this act കേട്ടോ. ഈ ആക്ട് പ്രകാരം നമ്മുടെ പ്രാദേശിക മുനിസിപ്പൽ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സ്ഥാപനവും ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും ഈ പറയുന്ന ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്തിനാണ് നമ്മൾ അങ്ങനെ? അതൊക്കെ ഒരു പ്രാദേശിക നിയമങ്ങളാണ് അല്ലെ? ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ജൂറിസ്ഡിക്ഷൻ, ആ ഒരു മുനിസിപ്പൽ അല്ലെങ്കിൽ പ്രാദേശിക മുനിസിപ്പൽ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള, ഇപ്പൊ ഷോപ്പ് ആയിക്കോട്ടെ, അങ്ങനെ എന്ത് സ്ഥാപനങ്ങളായി കഴിഞ്ഞാലും ഈ ഒരു ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്തിനാണ് അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത് പറയാനുള്ള കാരണം എന്താന്ന് നോക്കി. The act is decided to manage the payment of wages, hours of work, leave, holidays, terms of service and other work conditions of people who are employed in the shop. അല്ലെ? ഷോപ്പ് ആൻഡ് എന്താ പറയാ, എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ആണ് അല്ലെ? അപ്പൊ ആ ഒരു ഷോപ്പിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ വേതനം അല്ലെ, പേയ്മെന്റ്, അവരുടെ വേജസ്, അവരുടെ വേതനം, അതുപോലെ അവരുടെ ജോലി സമയം അല്ലെ, അവേഴ്സ് ഓഫ് വർക്ക്, പിന്നെ അവരുടെ അവധികള്, പിന്നെന്താണ് അവരുടെ എന്താ പറയാ തൊഴിൽ സാഹചര്യങ്ങള് അല്ലെ, തൊഴിൽ സേവന മാനദണ്ഡങ്ങള്, ഇങ്ങനെ അതുപോലെ അവരുടെ തൊഴിൽ സാഹചര്യങ്ങള്, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പല ആക്ടുകളും കൊണ്ടുവന്നിട്ടുള്ളത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതിന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാനില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ പഠിക്കുക. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന്റെ വർഷം ഏതാണ്? അത് പഠിക്കുക, 1860. പിന്നെ മനസ്സിലാക്കുക, സെൻട്രൽ ആക്ടുകൾ മാത്രമല്ല, അതത് സ്റ്റേറ്റ് ആക്ടുകൾ ഉണ്ട്, പോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ലീഗൽ റെക്കഗ്നീഷനോട് കൂടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കൂ. ഓക്കെ, ഇനി അടുത്ത ആക്ടുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആക്ടുകളാണ്. ഒന്നാമത്തെ നോക്കിയേ, PCPNDT ആക്ട് കേട്ടോ. ഇതാണ് PCPNDT ആക്ട്. ആദ്യം പഠിക്കേണ്ടത് അതിന്റെ എക്സ്പാൻഷൻ ആണ് കേട്ടോ. എന്താണ് PCPNDT ആക്ട്? PC എന്താണ്? പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആണ് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കണം. പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആണ്. ദാറ്റ് മീൻസ് മറ്റൊരു പേരും കൂടെ പറയും, പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ട് ആണ് കേട്ടോ. നമ്മൾ പറയേ, അതായത് ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം നിരോധിക്കുന്നതിനായിട്ട് കാരണമായിട്ടുള്ള ആക്ട് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഇന്ത്യയിൽ പറ്റില്ല കേട്ടോ. അതായത് ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം പ്രൊഹിബിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ആക്ട് ആണ് PC ആൻഡ്
PNDT ആക്ട് എന്ന് പറയുന്നത്. ശരിക്കും ആ ഒരു ആക്ടിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? അതായത് പെൺഭ്രൂണഹത്യ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആക്ട് ശരിക്കും പ്രധാനമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നത്. ആ ഒരു പർപ്പസോട് കൂടിയിട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയാ ഇന്ത്യയില് പെൺഭ്രൂണഹത്യ ഒരുപാടുണ്ടായിരുന്നു. ആൺകുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല, പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു കുടുംബത്തിന് ഭാരമാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് പ്രഗ്നൻസി ടൈമിൽ തന്നെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുമായിരുന്നു. അങ്ങനെ ഒരു പെൺഭ്രൂണഹത്യ ഒരുപാട് കൂടുതലുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോ എന്ത് സംഭവിച്ചു എന്നറിയാം, നമ്മുടെ ഇന്ത്യയില് സ്ത്രീകളുടെ അനുപാതം വല്ലാണ്ട് അങ്ങ് താഴാനായിട്ട് തുടങ്ങി. അപ്പൊ അതിന് കാരണമായിട്ടുള്ള പെൺഭ്രൂണഹത്യ തടയുക എന്നുള്ള ലക്ഷ്യം ഇട്ടുകൊണ്ട് വന്ന ഒരു ആക്ടാണ്. ശരിക്കും പറയാൻ എന്താണ്, ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം പ്രൊഹിബിറ്റ് ചെയ്യുന്നതുമായിട്ട് വന്ന ഒരു ആക്ടാണ്. ഇതിന്റെ മെയിൻ ഉദ്ദേശം ഇതാണ് കേട്ടോ, പെൺഭ്രൂണഹത്യ തടയുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ടാണ്. ക്ലിയർ? അത്രയേ ഉള്ളൂ. The PCPNDT Act was approved on, അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. ഇതാണ് വർഷം 20th September 1994 ആണ് കേട്ടോ. 1994 സെപ്റ്റംബർ 20-നാണ് ഏത് ആക്ട് വന്നത്? PCPNDT ആക്ട് നിലവിൽ വന്നത്. ഇപ്പൊ തന്നെ പഠിക്കുക കേട്ടോ. 1994 സെപ്റ്റംബർ 20-നാണ് PCPNDT ആക്ട് നിലവിൽ വരുന്നത്. എന്താണ് അതിന്റെ ഫുൾ ഫോം? എന്താണ്? പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് അഥവാ എന്താണ് പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ട് ആണ് കേട്ടോ. It is a statute approved to stop the female feticide that has resulted in declining the female sex ratio in India. ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ, നമ്മുടെ ഇന്ത്യയിലെ ഈ പറയുന്ന സ്ത്രീകളുടെ അനുപാതം കുറയുന്നതിന് കാരണമായിട്ടുള്ള പെൺഭ്രൂണഹത്യ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് വന്നിട്ടുള്ള ആക്ട് ആയിരുന്നു കേട്ടോ. 1994 സെപ്റ്റംബർ 20. ഓക്കെ, അടുത്ത ആക്ട് ആണ് MTP ആക്ട് കേട്ടോ. എന്താണ് MTP ആക്ട്? MTPയുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയാമോ? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് കേട്ടോ. കേട്ടിട്ടുണ്ടാവുന്നത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971. അങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ. MTP ആക്ട് 1971, 1971 എന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ആണ് കേട്ടോ. എന്താണ് ഈ ആക്ടിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്താണെന്ന് അറിയാമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ, അത് എടുത്തു പറയാണ് കേട്ടോ. അത് തന്നെ സത്യം അബോർഷൻ ആണ് കേട്ടോ. അതായത് ചില പ്രത്യേക സാഹചര്യങ്ങൾ, അത് ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേക സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് അവരുടെ ഗർഭം, അവരുടെ പ്രഗ്നൻസി അവസാനിപ്പിക്കുന്നതിനായിട്ട് അനുവദിക്കുന്ന ഒരു നിയമമാണ് MTP ആക്ട് എന്ന് പറയുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് അവരുടെ പ്രഗ്നൻസി അവസാനിപ്പിക്കുന്നതിനായിട്ട് അനുവദിക്കാൻ കാരണമായിട്ടുള്ള ഒരു ആക്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീകൾക്ക് വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള രീതിയിൽ ഗർഭഛിദ്രം, അതായത് അബോർഷൻ നടത്താനായിട്ട് അനുവദിക്കുന്ന ഒരു നിയമമാണ്. പ്രത്യേകം ഓർക്ക, ചില പ്രത്യേക സാഹചര്യങ്ങളാണ്. അതായത് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സുരക്ഷിതമല്ലാത്ത നിയമവിരുദ്ധമായിട്ടുള്ള ഗർഭഛിദ്രം മൂലമുണ്ടാവുന്ന മരണനിരക്ക് കുറയ്ക്കാനായിട്ട് കാരണമായിട്ടുള്ള ഒരു ആക്ട് കൂടിയാണ് കേട്ടോ. അതായത് ഈ പ്രത്യേക സാഹചര്യം എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പൊ ചില കുഞ്ഞുങ്ങളുടെ, ഇപ്പൊ ചില പ്രഗ്നൻസി ടൈമിൽ ചില കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര വൈകല്യങ്ങൾ ഉണ്ടാവും, സ്കാനിങ്ങിൽ അറിയാൻ പറ്റും. അപ്പൊ ഒരു കാരണവശാൽ അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ പ്രഗ്നൻസി അവിടെ ടെർമിനേറ്റ് ചെയ്യാം, വേണ്ടാന്ന് വെക്കാം, അബോർഷൻ നടത്താം. അതുപോലെ ചില കുഞ്ഞുങ്ങളുടെ എന്താ പറയാ വളർച്ച, അല്ലെങ്കിൽ ചില കുട്ടികൾ അമ്മയുടെ എന്താ പറയാ അമ്മയ്ക്ക് ഹെൽത്തിന്, അമ്മയുടെ ലൈഫിന് ത്രെട്ടനിങ് ആയിട്ടുള്ള വല്ല പ്രഗ്നൻസി കേസുകൾ വരികയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? വേണ്ടാന്ന് വെക്കാം. അതോടൊപ്പം തന്നെ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഇപ്പൊ റേപ്പ് വിക്ടിം ആയതിന്റെ ഒക്കെ പേരിൽ പ്രഗ്നന്റ് ആവുന്ന കേസുകളൊക്കെ ഉണ്ടാവില്ലേ? ഓക്കെ, അതന്നെ ഇത് പറഞ്ഞ് കറക്റ്റ് ആണ്. ഇപ്പൊ ഹാർട്ട് പ്രോബ്ലം ഒക്കെ ഉണ്ടാവുക, അമ്മയ്ക്ക് എന്തെങ്കിലും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ അവരുടെ ജീവന് ഹാനികരമാകുന്ന രീതിയിലാണ് ഒരു കുട്ടിയുടെ വളർച്ച വരുന്നതെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം, വേണ്ടാന്ന് വെക്കാം. പിന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ എന്തെങ്കിലും റേപ്പ് വിക്ടിം ആയതിന്റെ പേരിൽ പ്രഗ്നന്റ് ആവുക, അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് നിയമം മൂലം അത് വേണ്ടാന്ന് വെക്കാം. അപ്പൊ അങ്ങനെയൊക്കെ അനുവദിക്കുന്ന ഒരു നിയമമാണ് MTP ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് വർഷം 1970. നമുക്ക് വായിക്കാം. The Medical Termination of Pregnancy Act 1971. Okay, നോക്കാം. An act to provide for the stoppage of certain pregnancies by the registered medical practitioners and for the matters linked therewith. പ്രത്യേകം ഈ ആക്ട് പ്രകാരം വളരെ ലൈസൻസ്ഡ് ആയിട്ടുള്ള
രജിസ്ട്രേഡ് ആയിട്ടുള്ള 2 മെഡിക്കൽ പ്രാക്ടീഷണർമാർ ചേർന്നിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഈ പറയുന്ന പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കേട്ടോ. അല്ലാണ്ട് തോന്നിയ ആൾക്കാരല്ല, വളരെ രജിസ്ട്രേഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെ സാന്നിധ്യത്തിന് മാത്രമേ ഇങ്ങനെ ഒരു ടെർമിനേഷൻ നടത്താനായിട്ട് പാടുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇത് മറ്റേതല്ല കേട്ടോ, അതായത് നമ്മുടെ പ്രസവം നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് അല്ല കേട്ടോ, ഗർഭഛിദ്രം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആക്ട് ആണ് കേട്ടോ. അതാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1970. ഓക്കെ, അടുത്തത് നോക്കാനും നമുക്ക് അടുത്തതാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് ആണ് കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ്. ഓക്കെ, നോക്കാം എന്താണ് ദ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് 1998 കേട്ടോ. വർഷം അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. 1998 നിലവിൽ വന്നത് കേട്ടോ. ഇത് കെയിം ഇൻ ടു ഓപ്പറേഷൻ ഇൻ 1998. ഈ ആക്ട് പ്രകാരം എന്താണ് പറയുന്നത്, ബയോമെഡിക്കൽ വേസ്റ്റ് മസ്റ്റ് നോട്ട് ബി മിക്സ്ഡ് വിത്ത് അതർ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഒരു കാരണവശാലും മറ്റുള്ള എന്താണ് വേസ്റ്റുകളുമായിട്ട് മിക്സ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. പറഞ്ഞു മനസ്സിലായി? എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ദ വേസ്റ്റ് ദാറ്റ് ഈസ് കണ്ടാമിനേറ്റഡ് വിത്ത് ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, അങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടൊക്കെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ പാത്തോളജിക്കൽ വേസ്റ്റുകൾ അല്ലെ. പാത്തോളജിക്കൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാബ് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് വരുന്ന വേസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കില്ലേ, അതൊക്കെ ബയോമെഡിക്കൽ വേസ്റ്റിനകത്ത് വരികയാണ്. അതുപോലെ തന്നെ ഈ ഓർഗൻസ്, ടിഷ്യൂസ് ആൻഡ് അതൊക്കെ നമ്മൾ റിമൂവ്ഡ് ആഫ്റ്റർ ദ സർജറി ഓർ ഓട്ടോപ്സി അല്ലെ. നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് സർജറിയിലൂടെ ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്ന ചില ടിഷ്യൂസുകൾ, ചില ഓർഗൻസുകൾ, അതൊക്കെ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് ആണ്. ഫാർമസി വേസ്റ്റുകൾ ഉണ്ട്, അത് ബയോമെഡിക്കൽ വേസ്റ്റ് ആണ്. അതുപോലെ ന്യൂക്ലിയർ മെഡിസിൻ വേസ്റ്റുകൾ, കെമിക്കൽ എലമെന്റ് വേസ്റ്റുകൾ, ഇതൊക്കെ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റിനകത്ത് വരുന്നതാണ് കേട്ടോ. ഇത്തരത്തിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്ത് ചെയ്യരുത്, മറ്റുള്ള വേസ്റ്റുകളുമായിട്ട് മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. അതാണ് ഈ ഒരു ആക്ടിൽ പറയുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മസ്റ്റ് ബി സോർട്ടഡ് ഔട്ട് ഓഫ് കണ്ടെയ്നേഴ്സ് ഓഫ് ബാഗ്സ് അറ്റ് ദ പോയിന്റ്സ് ഓഫ് ജനറേഷൻ ബിഫോർ ഇറ്റ്സ് സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. അതുകൂടാതെ ഈ പറയുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകൾ എവിടെ നിന്നാണോ ജനറേറ്റ് ചെയ്യുന്നത്, എവിടെ നിന്നാണോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ ഓൺ ദ സ്പോട്ടിൽ വെച്ച് തന്നെ അതിനെ കൃത്യമായിട്ട് നമ്മൾ സോർട്ട് ചെയ്യണം, തരംതിരിക്കണം. ഓക്കെ, അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് സ്റ്റോർ ചെയ്യാൻ, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിന്റെ സംസ്കരണം, ഡിസ്പോസൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ ബയോമെഡിക്കൽ വേസ്റ്റ് എവിടെ നിന്നാണോ ജനറേറ്റ് ചെയ്യുന്നത്, എവിടെ നിന്നാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ സ്പോട്ടിൽ വെച്ച് തന്നെ അതിനെ കറക്റ്റ് ആയിട്ട് സോർട്ട് ചെയ്യണം. പ്രത്യേകം കണ്ടെയ്നറിൽ ബാഗുകളിലാക്കിയിട്ട്, നമ്മളിപ്പോ പാത്തോളജിക്കൽ വേസ്റ്റ് ആണെങ്കിൽ അതൊരു സെക്ഷൻ, അല്ലെങ്കിൽ റേഡിയോ ഐസോട്ടോപ്പ് വേസ്റ്റുകൾ ആണെങ്കിൽ അതൊരു സെക്ഷൻ, അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എവിടെ നിന്നാണോ ജനറേറ്റ് ചെയ്യുന്നത് അവിടെ വെച്ച് തന്നെ അതിനെ സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ പിന്നീട് അതിന്റെ സ്റ്റോറേജ് ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, ഡിസ്പോസൽ ആയിക്കോട്ടെ, അതൊക്കെ നടത്താനായിട്ട് പാടുള്ളൂ കേട്ടോ. ഓർത്ത് വെക്കാം, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഹാൻഡ്ലിംഗ് റൂൾസ് 1998 ആണ്. ഇത് പ്രകാരം ബയോമെഡിക്കൽ വേസ്റ്റിനെ മറ്റുള്ള വേസ്റ്റുമായിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളതല്ല. ബയോമെഡിക്കൽ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അപ്പൊ തന്നെ അവിടെ വെച്ച് തന്നെ അതിനെ സോർട്ട് ചെയ്ത ശേഷം മാത്രമേ മറ്റുള്ള ഡിസ്പോസൽ നടപടിക്രമങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ലാസ്റ്റത്തെ ആക്ട് ഇതാണ് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012. കുറച്ച് ലേറ്റസ്റ്റ് ആണ്. 2012 പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് എന്താണെന്ന് നമുക്ക് an act to ban violence against healthcare service persons and to prevent the damage and loss to property in healthcare service institutions and for the matters related therewith. അതായത് നമ്മൾ ഈ പറയുന്ന ആശുപത്രി പോലുള്ള ആതുര സേവന സ്ഥാപനങ്ങളിലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരോഗ്യപരിപാലന പ്രവർത്തകർക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ തടയുന്നതിനും നാശനഷ്ടങ്ങളൊക്കെ തടയുന്നതിനുമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ട് ആണ് ഇത് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012. അറിയാലോ, ഇപ്പൊ നമ്മള് ന്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ചില ആളുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാരെ കയറി ഉപദ്രവിക്കാം, നഴ്സുമാരെ ഉപദ്രവിക്കാം, അല്ലെങ്കിൽ ആശുപത്രി തന്നെ തകർക്കാം, അവിടുത്തെ സംഭവങ്ങളൊക്കെ എന്താ പറയാ നശിപ്പിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ എതിരായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ. അതായത് ആശുപത്രി ആതുര സേവന സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്കൊക്കെ എതിരായിട്ടുണ്ടാവുന്ന അക്രമങ്ങൾ തടയാനും അതുപോലെ ആശുപത്രിക്കൊക്കെ എതിരായിട്ട് വരുന്ന നാശനഷ്ടങ്ങളൊക്കെ തടയുന്നതിനുമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ. പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2002. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറഞ്ഞ ആക്ടുകൾ ഇത്രയൊക്കെ ഉള്ളൂ.
ടോപ്പ് നിയമം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വർഷം 1987 സെപ്റ്റംബർ 1 കേട്ടോ. അതിന്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പ്രത്യേകിച്ച് ആ ടൈം ലിമിറ്റേഷൻ ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ. 3 വർഷത്തിനുള്ളിൽ ഫയൽ ചെയ്യണം. 30 ലക്ഷം അതിന് മുകളിലാണെങ്കിൽ നാഷണൽ ഫോറം, 5 ലക്ഷം അതിന് മുകളിലാണെങ്കിൽ സ്റ്റേറ്റ് ഫോറം, 5 ലക്ഷം വരെ ഉള്ളതാണ് ഡിസ്ട്രിക്ട് ഫോറം കേട്ടോ. ആരാണ് കൺസ്യൂമർ അതൊക്കെ നോക്കി വെക്കാം. പിന്നെ എന്താണ് പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് അറിയാലോ, അത് വായിച്ചാൽ മതി കേട്ടോ. പിന്നെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് വർഷം 1860 കേട്ടോ. PCPNDT ആക്ട് ഫുൾ ഫോം പഠിക്കണം കേട്ടോ. പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട് വർഷം എന്താണ് 1994 സെപ്റ്റംബർ 20 കേട്ടോ. മെഡിക്കൽ കമ്പനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ഏതാ വർഷം 1971. പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഹാൻഡിംഗ് റൂൾസ് എത്രയാണ് 1998 കേട്ടോ. 1998 ബയോമെഡിക്കൽ വേസ്റ്റ് കേട്ടോ. മറ്റുള്ള വേസ്റ്റ് ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടുന്ന ഓർത്താൽ മതി കേട്ടോ. 1998 കേട്ടോ. 8ന്റെ പണി കിട്ടും കേട്ടോ, അന്ന് ഓർത്താൽ മതി. അപ്പം പിന്നെ പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012 കേട്ടോ, 2012. ഓക്കെ, നമ്മുടെ ക്ലാസ് ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കാണ് കേട്ടോ. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് NABH എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. ആ ചാപ്റ്ററിനെ പറ്റി മുൻകൂട്ടി ഞാൻ പറയാണ്, വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഒട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ അതേ മനസ്സോടുകൂടി ഇവിടെ വന്നിരുന്ന് ബോറടിച്ചിരിക്കരുത്. ആ ചാപ്റ്റർ അങ്ങനെയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ക്വാളിറ്റി അഷുറൻസ് ആൻഡ് NABH എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ അതിന്റെ ഒരു അനിയനോ ചേട്ടനൊക്കെ ആയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാപ്റ്റർ ഉണ്ട് 4th മോഡലിൽ. രണ്ടും കുറച്ച് ബോറിംഗ് ആയിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത് പിന്നെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ ക്ലാസ്? നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോവാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ, അപ്പൊ ശരി, നമുക്ക് അടുത്ത ആഴ്ച കാണാം കേട്ടോ. താങ്ക് യു.